നെക്സ്റ്റ് ടോപ്പിക് റെസിഡ്യൂ. റെസിഡ്യൂ എന്ന് പറയുന്നത് ദി കോഎഫിഷ്യന്റ് ഓഫ് 1 by z minus z naught in the Lorentz series expansion of f of z is called residue of f of z at z equal to z naught. ഇവിടെ z naught എന്ന് പറയുന്നതാണ് സിംഗുലർ പോയിന്റ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് കൺസിഡർ ചെയ്യാണ്, അതിൻ്റെ സിംഗുലർ പോയിന്റ് ആണ് z naught എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. z ഈക്വൽ ടു z നോട്ടിൽ ഈ ഫംഗ്ഷന് വരുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിച്ചിട്ട് 1 by z minus z naught അത് വരുന്നതിൻ്റെ കൊയഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കുക. ആ കൊയഫിഷ്യൻറ്റിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അറ്റ് ഏത് പോയിന്റ് ആണോ, ഇപ്പോൾ z ഈക്വൽ ടു z നോട്ട് ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലുള്ള ആ ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. 1 by z മൈനസ് z നോട്ടിൻ്റെ കൊയഫിഷ്യൻറ്റ് അതായിരിക്കും അവിടുത്തെ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റെസിഡ്യൂവിന് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട്. അതാണ് ഈ ഒരു സിമ്പിൾ കൊണ്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എല്ലാത്തിൻ്റെയും ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല, കുറേ സമയം നമുക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇസഡ്, കോസ് ഇസഡ്, ഇറേസ് ടു ഇസഡ് അങ്ങനെയുള്ള ടേംസിൻ്റെ ഒക്കെ വരുന്നതിൻ്റെ മാത്രം ഇതുപോലെ എക്സ്പാൻഷൻ ചെയ്തിട്ട് ചെയ്താൽ മതി. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സ്പാൻഷൻ ചെയ്യാണ്ട് നമ്മളിപ്പോൾ പോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടേംസ് ഒന്നും വരാത്ത കേസിൽ നമ്മൾ പോളൊക്കെ ആയിരിക്കും നമുക്ക് സിംഗുലർ പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. ആ കേസിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫോമുലയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോളാണെങ്കിൽ ആ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു ഇസഡ് നോട്ട് ഇസഡ് മൈനസ് സെഡ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ഫോമിലും ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. പക്ഷേ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമാറ്റിലാണെങ്കിൽ സം ഫംഗ്ഷൻ ഓഫ് ഇസഡ് ബൈ ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഈ ഒരു ഫോമാറ്റിലാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും, പി ഓഫ് ഇസഡ് നോട്ട് ബൈ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. അതായത് താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ആ ഇസഡ് നോട്ട് എന്നുള്ള സിംഗുലർ പോയിന്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദി വാല്യൂ. ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. പക്ഷേ ചില കേസിൽ നമ്മൾ ഈ ഫസ്റ്റ് ഫോമുല തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് കിട്ടുന്ന ഇസഡ് നോട്ട് എന്ന് പറയുന്നത് സിംഗുലർ പോയിന്റ് പോൾ ആണെങ്കിൽ മാത്രം, അതും സിമ്പിൾ പോൾ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമുലയാണ്. അടുത്തത് നമുക്ക് കിട്ടുന്ന ആ പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 അല്ലാത്തതിനെയാണ് നമ്മൾ ഓർഡർ എം എന്ന് പറയുന്നത്. അതായത് 2 മുതൽ അങ്ങോട്ട് ഉള്ള വാല്യൂസ് ആണ് ഓർഡർ ആയിട്ട് വരണമെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. 1 by m minus 1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് d റേസ് ടു m minus 1 ഇൻറ്റു d z റേസ് ടു n minus 1 z മൈനസ് z നോട്ട് റേസ് ടു m ഇൻറ്റു എഫ് ഓഫ് z. വേറെ ഒന്നുമല്ല, ഈ ടേമിൻ്റെ m-1th ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു z. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ഈ ഒരു ടേമിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z കണ്ടുപിടിച്ചിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ റെസിഡ്യൂ കിട്ടുക. അപ്പോൾ ചില കേസിൽ നമുക്ക് ഈ പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള എക്സ്പാൻഷൻസ് ആണെങ്കിൽ ഈ റേസ് ടു സെറ്റ്, സൈൻ സെറ്റ് അങ്ങനെയൊക്കെയുള്ള ടേംസ് ആണ് പറഞ്ഞെങ്കിൽ കോയഫിഷ്യൻ്റ് നമുക്ക് ഈസി ആയിട്ട് എക്സ്പാൻഷനിൽ നിന്ന് ഈ ഒരു ടേമിൻ്റെ കോയഫിഷ്യൻ്റ് എടുത്താൽ മതി. സിമ്പിൾ പോൾ ആണെങ്കിൽ ഈ ഒരു ഫോമുല യൂസ് ചെയ്യുക, പോളിൻ്റെ ഓർഡർ ഹയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമുല യൂസ് ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാം. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സൈൻ 2z ബൈ z റേസ് ടു 6. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളത് സൈൻ 2z, അതിൻ്റെ എക്സ്പാൻഷൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് എക്സ്പാൻഷൻ ചെയ്യാം. സിംഗുലർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക, വി വിൽ ഗെറ്റ് z ഈക്വൽ ടു 0. ഇറ്റ് ഈസ് ദി സിംഗുലർ പോയിന്റ്. ഇതാണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്. ഇനി സൈൻ 2z ആണ് ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ചെയ്തിട്ട് കൊയഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക. കൊയഫിഷ്യൻ്റ് ഏതിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? 1 മൈനസ് സെഡ് നോട്ടിൻ്റെ കൊയഫിഷ്യൻ്റ് എന്താണോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെഡ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 1 ബൈ സെഡിൻ്റെ കൊയഫിഷ്യൻ്റ് എന്താണോ അതായിരിക്കും നമുക്ക് ഇവിടുത്തെ റെസിഡ്യൂ എന്ന് പറഞ്ഞ് കിട്ടുക. ഓക്കെ, സോ എക്സ്പാൻഷൻ ചെയ്യാം. സൈൻ ഇസഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് z minus z cube by 3 factorial plus z raised to 5 by 5 factorial minus etc. നമുക്കിവിടെ സൈൻ 2z ആണ്. അപ്പോൾ z വന്നോടത്തെല്ലാം 2z റീപ്ലേസ് ചെയ്യുക. സോ 2z മൈനസ് 2z all raised to 3 by 3 factorial plus 2z all raised to 5 by 5 factorial
മൈനസ് എക്സെട്ര. ഇനി ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു z റേസ് ടു 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. സോ സൈൻ 2z ബൈ z റേസ് ടു 6 വിച്ച് ഇസ് ഈക്വൽ ടു 1 by z raised to 6 into 2z minus 2 cube into z cube plus 2 raised to 5 into z raised to 5 by 5 factorial. പിന്നെ ഒരു ടേമും കൂടി എഴുതാണ് 2 raised to 7 into z raised to 7 by 7 factorial plus etc. ഇനി ആ z raised to 6 എന്നുള്ള ടേമിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും 2 by z raised to 5 minus 2 cube by 3 factorial into z raised to 6 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എഴുതണേ z ക്യൂബ് പ്ലസ് 2 raised to 5 by 5 factorial into 1 by z minus 2 raised to 7 by 7 factorial into z plus etc. ഇനി റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ദി പോയിന്റ് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലെ കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ ഇസഡ് മൈനസ് 0. ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ ഇസഡ്. അതാണ് ഇവിടുത്തെ റെസിഡ്യൂ. കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ ഇസഡ് എന്ന് പറയുമ്പോൾ ഇതാണ് 1 ബൈ ഇസഡ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 2 റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ. സോ ദിസ് വിൽ ബി ദി റെസിഡ്യൂ വാല്യൂ. അങ്ങനെയാണ് എക്സ്പാൻഷനിൽ നിന്ന് റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത്. വേറൊരു പ്രോബ്ലം ഇ റേസ് ടു 1 ബൈ 1 മൈനസ് സെഡ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടുത്തെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണോ ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതാവുന്നത് അതിനെയാണ് സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 ബൈ 0 ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആയിപ്പോൾ. സോ ഇവിടുത്തെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഈസ് ദി സിംഗുലർ പോയിന്റ്. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് z ഈക്വൽ ടു 1ൽ വരുന്ന ആ റെസിഡ്യൂ എന്താണെന്നുള്ളതാണ്. ഈ ഫംഗ്ഷൻ്റെ റെസിഡ്യൂ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് z ഈക്വൽ ടു 1 ഓഫ് എഫ് ഓഫ് ഇസഡ്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് z ഈക്വൽ ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് എന്ത് വരും? ബൈ ദി ഫോർമുല ഇറ്റ് ഇസ് വിൽ ദി കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ z മൈനസ് 1 ഇൻ ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ നമുക്കിനി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. പി റേസ് ടു ഇസഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നമുക്ക് ഇവിടെ എന്താ വന്നേക്കുന്നത്? സെഡ് റേസ് ടു 1 ബൈ ഇസഡ് ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഇസഡിന് പകരം ഞാൻ 1 ബൈ ഇസഡ് എന്ന് കൊടുക്കുകയാണ്. സോ 1 ബൈ ഇസഡ് 1 ബൈ ഇസഡ് അല്ല 1 ബൈ 1 മൈനസ് സെഡ്. അപ്പോൾ ഇസഡ് വന്ന കൊടുത്ത് എന്ത് ചെയ്യുക? എല്ലായിടത്തും 1 ബൈ 1 മൈനസ് സെഡ് റീപ്ലേസ് ചെയ്യുക. സോ ദിസ് വിൽ ബി 1 plus 1 by z minus 1 into 1 factorial plus 1 by z minus 1 the whole square into 2 factorial plus etc. വേറെ ഒന്നുമില്ല. ഇവിടെ ഇ റേസ് ടു 1 ബൈ സെഡിൻ്റെ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 1 ബൈ സെഡ് ഇൻറ്റു 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇവിടെ ഈ സെഡ് വന്നോടത്തെല്ലാം നമ്മൾ 1 ബൈ സെഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. പക്ഷെ നമുക്കിവിടെ 1 മൈനസ് സെഡ് ആയതുകൊണ്ട് എഗെയിൻ ഈ സെഡിനെ 1 മൈനസ് സെഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തതാണിത്. എഴുതിയപ്പോൾ തിരിഞ്ഞുപോയി, കറക്റ്റ് ചെയ്യാം. സെഡ് മൈനസ് 1 അല്ല 1 മൈനസ് സെഡ്. 1 മൈനസ് സെഡ് 1 മൈനസ് സെഡ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. 1 മൈനസ് സെഡ് ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് വേണ്ടത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് മൈനസ് 1 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1 മൈനസ് സെഡ് ദി ഹോൾ സ്ക്വയർ, ഇവിടെ ഒരു 1 മൈനസ് സെഡ് ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അത് 1 മൈനസ് സെഡ് ആണ്. നമുക്ക് വേണ്ടത് ഇസഡ് മൈനസ് 1 ആണ്. പക്ഷെ ഒരു നെഗറ്റീവ് ഇവിടുന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ അത് ഇസഡ് മൈനസ് 1 ആയില്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 1 മൈനസ് 1 ബൈ ഇസഡ് മൈനസ് 1 ഇൻറ്റു 1 ഫാക്ടോറിയൽ പ്ലസ് ബാക്കി ടേംസ് ഒന്നും തിരിക്കണം, നമുക്ക് ആ ഒരു കോഎഫിഷ്യൻ്റ് മാത്രം മതി. അപ്പോൾ അതിനെ മാത്രം ഒന്ന് തിരിച്ചെടുത്തു. സോ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്ത് വരും? റെസിഡ്യൂ ഓഫ് z ഈക്വൽ ടു 1ൽ വരുന്ന എഫ് ഓഫ് ഇസഡിൻ്റെ റെസിഡ്യൂ ദാറ്റ് വിൽ ബി ദി കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ z മൈനസ് 1 ഇൻ ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ഇതാണ് 1 ബൈ z മൈനസ് 1. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് 1 എന്ന് വരും. സോ ദി വാല്യൂ വിൽ ബി മൈനസ് 1. അടുത്തൊരു പ്രോബ്ലം 8 ബൈ 1 പ്ലസ് സെഡ് സ്ക്വയർ.
ഇതാണ് എഫ് ഓഫ് ഇസഡ്. ഇതിൻ്റെ റെസിഡ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ആദ്യം സിംഗുലർ പോയിന്റ് വേണം. സോ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. വി വിൽ ഗെറ്റ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു -1, ദാറ്റ് ഈസ് z ഈസ് ഈക്വൽ ടു +or-i. ഓക്കെ, നമ്മളിവിടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ചെയ്യണില്ല, കാരണം ന്യൂമറേറ്ററിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ചെയ്യേണ്ട. ഇതെന്ന് പറയുന്നത് എന്തായാലും സിമ്പിൾ പോൾ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് പോൾ ആയിരിക്കും. അപ്പോൾ അത് ഓർഡർ 1 ആണോ അതോ ഹയർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ z ഈക്വൽ ടു +1 എന്നും +i എന്നും -i എന്നും ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ. സോ അതെന്ന് പറയുന്നത് സിമ്പിൾ പോൾസ് ആണ്. സിമ്പിൾ പോൾസ്. ഇനി ഈ ഓരോ പോളിലുള്ള റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് റെസിഡ്യൂ അറ്റ് ദി പോയിന്റ് z ഈക്വൽ ടു i ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോൾ തന്നിരിക്കുന്നത് ഏത് ഫോമാറ്റിലാണ്? എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സം പി ഓഫ് ഇസഡ് ബൈ ഈക്വൽ ടു പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ്. ഈ ഒരു ഫോമാറ്റിലല്ലേ വന്നേക്കുന്നത്. ഈ ഒരു ഫോമാറ്റിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാൻ യൂസ് ദിസ് സെക്കൻഡ് ഫോമുല. ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ ദ റെസിഡ്യൂ എന്ത് വരും? എഫ് ഓഫ് ഇസഡ് നോട്ട് ബൈ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. ഓക്കെ, ഇതെല്ലാം മറ്റ് ഫസ്റ്റ് ഫോമുല യൂസ് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും, പക്ഷെ കുറച്ചും കൂടി എളുപ്പം ഇതായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? ന്യൂമറേറ്റർ വാല്യൂ 8 വരും. ക്യൂ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 + z² എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. റെസിഡ്യൂ എന്ന് പറയുന്നത് പി ഓഫ് ഐ ബൈ ക്യൂ ഡാഷ് ഓഫ് ഐ ആണ് പറഞ്ഞത്. സിൻസ് ദി ഫോമുല ഈസ് റെസിഡ്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇസഡ് നോട്ട് ബൈ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫോമുല. ഇവിടെ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഐ ആയിട്ട് എടുക്കുന്ന കേസിൽ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് പി ഓഫ് ഐയും ക്യൂ ഡാഷ് ഓഫ് ഐയും ആണ്. അപ്പോൾ ക്യൂ ഡാഷ് നമുക്ക് വേണം. അപ്പോൾ ഇത് ടേമിൻ്റെ ക്യൂ ഡാഷ് കണ്ടുപിടിക്കുക. 1ൻ്റെ ഡെറിവേറ്റീവ് 0, z² ഡെറിവേറ്റീവ് 2z. അപ്പോൾ പി ഓഫ് ഐ എന്നുള്ളത് എന്ത് വരും? ഇവിടെ ഐയുടെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാല്യൂ ഇറ്റ് വിൽ ബി 8 ആൻഡ് ക്യൂ ഡാഷ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ 2i എന്ന് വരും. സോ വാല്യൂസ് ഇവിടെ റീപ്ലേസ് ചെയ്യുക. സോ വി ഗെറ്റ് 8/2i ദാറ്റ് ഈസ് 4/i. ഈ ഐനെ ന്യൂമറലിലോട്ട് എത്തിക്കണം. നമ്മളൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് എപ്പോഴും എഴുതണം. a+ib ഫോമാറ്റിൽ എഴുതിയിട്ട് വേണം നിർത്താനായിട്ട്. അപ്പോൾ ഐനെ ന്യൂമറലിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? കൊണ്ടുവരാൻ ഒരു കോൺജുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് -4i ആസ് ദി റെസിഡ്യൂ വാല്യൂ അറ്റ് z ഈക്വൽ ടു i. ഇപ്പോൾ z ഈക്വൽ ടു i കണ്ടുപിടിച്ച പോലെ തന്നെ z ഈക്വൽ ടു -iയിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. Residue equal to z at f of z at z equal to -i. That will be p of -i by q dash of -i. That will be p of i എന്ന് പറയുന്നത് -i എന്ന് പറയുന്നത് സെയിം 8 തന്നെ വരും. q dash of -i എന്ന് പറയുന്നത് -2i വരും. So 8/-2i that is 4/-i. So conjugate വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക i/i. So the value will be 4i. So z equal to iയിൽ വരുന്ന റെസിഡ്യൂ എന്ന് പറയുന്നത് -4i വരും. ആൻഡ് z equal to -iയിലുള്ളത് 4i എന്ന് വരും. ഇങ്ങനെയാണ് റെസിഡ്യൂ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം എഫ് ഓഫ് z equal to tan z. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് z is equal to sin z by cos z. ഇവിടെ ന്യൂമറേറ്ററിൽ z വന്നിട്ടുണ്ട്, പക്ഷെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ലോറൻസ് സീരീസ് എഴുതണ്ട. കാരണം ദിസ് ഈസ് ഓഫ് ദി ഫോം പി ഓഫ് z ബൈ ക്യൂ ഓഫ് z. രണ്ടും ന്യൂമറേറ്ററിലും ഇതിലും ട്രിഗ്നോമെട്രിക് ആണ് വന്നേക്കുന്നത്. പക്ഷെ ഇത് ചെയ്യാനുള്ള എളുപ്പം എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുക. ആ സിംഗുലർ പോയിന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് എന്തായാലും ഒരു പോൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ എക്സ്പാൻഷൻ ഒന്നും ചെയ്യുന്നില്ല. So the singular point is given by the denominator value is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. So cos z is equal to 0, that is z equal to 2n plus 1 pi by 2. അപ്പോൾ ഇവിടെ n-ന് വാല്യൂസ് നമ്മൾ n equal to 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഒറ്റ വാല്യൂ പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് പൈയുടെ ടേംസിൽ നമുക്ക് വരിക. സോ ഇതെല്ലാം സിമ്പിൾ പോൾസ് ആണ്.
പക്ഷെ നമ്മളിത് ഓരോരോ വാല്യൂ കണ്ടുപിടിക്കുന്നില്ല, ജനറൽ ആയിട്ട് റെസിഡ്യൂ അറ്റ് ദിസ് ജനറൽ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദി റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2n+1 π/2 ഓഫ് എഫ് ഓഫ് ഇസഡ് എന്താന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടി ദിസ് ഫംഗ്ഷൻ ഈസ് ഓഫ് ദി ഫോം പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ്. സോ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റെസിഡ്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് ഓഫ് എഫ് ഓഫ് ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇസഡ് നോട്ട് ബൈ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. ഇവിടെ പി ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് സൈൻ ഇസഡ് ആൻഡ് ക്യൂ ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് കോസ് ഇസഡ്. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. സോ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് സൈൻ ഇസഡ്. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ ഓഫ് ഇസഡ് നോട്ടിന് പകരം ഇത് കൊടുക്കുക 2n+1 π/2 2n+1 π/2 ബൈ മൈനസ് സൈൻ 2n+1 π/2. വേറെ ഒന്നുമല്ല, ഇവിടെ ഇസഡ് നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ 2n+1 π/2. ഓക്കെ, അപ്പോൾ സൈൻ പി ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എന്ത് വരും? പി ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു സൈൻ ഇസഡ് നോട്ട് ഇസഡിന് പകരം ഈ വാല്യൂ കൊടുക്കുക 2n+1 π/2. അതുപോലെ തന്നെ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുമ്പോഴും ഇവിടെ ഇസഡ് വന്നതിന് പകരം ഈ വാല്യൂ കൊടുക്കുക, ദാറ്റ് ഈസ് മൈനസ് സൈൻ ഓഫ് 2n+1 π/2. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ടേം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്യാം. സോ വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് -1. സോ ദിസ് ഇസ് ദി റെസിഡ്യൂ വാല്യൂ. Next problem, f of z equal to z square minus 2z by z plus 1 the whole square into z square plus 4. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ന്യൂമറേറ്ററിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത ടേംസ് ആണ് പറഞ്ഞെങ്കിൽ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ ദി സിംഗുലർ പോയിന്റ്സ് given by the denominator value equal to 0, that is z plus 1 the whole square into z square plus 4 equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? z plus 1 the whole square z plus 1 into z plus 1 എന്ന് എഴുതാം into z square plus 4 equal to 0. ഓരോ ഫാക്ടറും ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് z ഈക്വൽ ടു -1. അതുപോലെ സെക്കൻഡ് ഫാക്ടർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു -1. തേർഡ് ഫാക്ടർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ z സ്ക്വയർ ഈക്വൽ ടു -4, ദാറ്റ് ഈസ് z ഈക്വൽ ടു +or -2i എന്ന് വരും. ഇസഡിന് നമുക്ക് കിട്ടുന്ന 4 വാല്യൂസ് -1, -1, 2i ആൻഡ് -2i, ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ 4 പോയിന്റ്സും എന്താണ്? പോൾസ് ആണ്. ഇനി ആ പോളിൻ്റെ ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ z ഈക്വൽ ടു -1 എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. ആൻഡ് ഇത് രണ്ടും ഓരോ പ്രാവശ്യം 2iയും -2iയും ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണു. സോ ദേ ആർ സിമ്പിൾ പോൾസ്. ഇനി ഓരോ പോയിന്റിലും ഉള്ള റെസിഡ്യൂ നമുക്കിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ z ഈക്വൽ ടു 2i എന്നും -2i എന്നും പറയുന്നത് സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി വാല്യൂസ്. സോ വി ഗെറ്റ് ഇനി നമ്മളിവിടെ ഓരോ പോയിന്റിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു z സ്ക്വയർ -2z ബൈ ദിസ് ടേം. അപ്പോൾ സം പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ് എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 2i ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്ത് വരും? പി ഓഫ് 2i ബൈ ക്യൂ ഡാഷ് ഓഫ് 2i. ഇസഡ് നോട്ടിന് പകരം 2i റീപ്ലേസ് ചെയ്തു. ഇനി പി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ -2z ആണ്. അപ്പോൾ പി ഓഫ് 2i എന്ന് പറയുമ്പോൾ ഇസഡ് വന്ന് കൊടുത്തെല്ലാം 2i എന്ന് റീപ്ലേസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -4 4i എന്ന് വരും. അതുപോലെ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന വാല്യൂ ആണ്. സോ z പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ പ്ലസ് 4, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ടേംസ് വന്നു. ഇനി അതിന് 2i എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമാറ്റിലാണ് വരുന്നത്. ഇനി അത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ നമ്മൾ ഈ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് കുറേ സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ ഇതുപോലെ പ്രൊഡക്റ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ടേംസ് വരുന്ന കേസിൽ ഈ പ്രോബ്ലം ചെയ്യാന്ന് പറയുന്നത് ആൻസർ സെയിം ആയിട്ട് കിട്ടും, പക്ഷേ ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ തന്നെ സിമ്പിൾ പോൾസ് തന്നെ ലിമിറ്റിൻ്റെ ഒരു
ഫോർമുലയുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരൊറ്റ ടേം ഉള്ളൂ, നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ടേംസ് ആണെങ്കിൽ മാത്രം ഈ ഒരു ഫോർമുല ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഫോർമുല, ഈ ഒരു ഫോർമുല ചെയ്യുന്നതായിരിക്കും എളുപ്പം. ആ സിമ്പിൾ പോളിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഇതുപോലെ പ്രോബ്ലംസ് വരുമ്പോൾ, ഡിനോമിനേറ്ററിൽ ഒന്നിൽ കൂടുതൽ ടേംസ് വരുന്ന കേസിൽ. അപ്പോൾ ആദ്യത്തെ പോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇസഡ് നോട്ട് ഈക്വൽ ടു 2i. ഇപ്പോൾ റെസിഡ്യൂ എന്ന് പറയുന്നത്, റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2i എന്ന് പറയുന്നത് എന്ത് വരും? ദിസ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 2i ഇസഡ് മൈനസ് 2i എഫ് ഓഫ് ഇസഡ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡിന് പകരം നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ റീപ്ലേസ് ചെയ്യുക. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 2i ഇസഡ് മൈനസ് 2i എഫ് ഓഫ് ഇസഡിന് പകരം ഇസഡ് സ്ക്വയർ മൈനസ് 2z ബൈ ഇസഡ് പ്ലസ് 1d ഓൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് 4. ഇനി ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇസഡ് മൈനസ് 2i എന്ന് പറയുന്നത് ഏത് ഫാക്ടർ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയതാ? നമുക്ക് ഈ ഒരു സാധനം ഇസഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4, ദാറ്റ് ഈസ് ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i എന്ന് നമുക്ക് കിട്ടി. അതായത് ഇസഡ് ഈക്വൽ ടു 2i എന്നും ഇസഡ് ഈക്വൽ ടു മൈനസ് 2i എന്നും നമുക്ക് ഈ ഒരു ഫാക്ടറിനെ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഇസഡ് സ്ക്വയർ പ്ലസ് 4 എന്നുള്ളതിന് പകരം എങ്ങനെ എഴുതാം? ഇസഡ് മൈനസ് 2i ഇൻറ്റു ഇസഡ് പ്ലസ് 2i എന്ന് എഴുതിക്കൂടെ? ഈ സാധനത്തിൻ്റെ റൂട്ടാണ് ഇതെങ്കിൽ ഇസഡ് മൈനസ് 2i ഇൻറ്റു ഇസഡ് പ്ലസ് 2iയുടെ പ്രൊഡക്റ്റ് അല്ലേ ഈ ഒരു ഇസഡ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ടേമിനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ക്യാൻസൽ ചെയ്യാൻ ഇത് എന്തിൻ്റെ ഫാക്ടർ ആയിട്ടാണ് വന്നേക്കുന്നത് അതിന് ഇതുപോലെ ഒന്ന് പ്രൊഡക്റ്റ് ഫോമിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇസഡ് സ്ക്വയർ പ്ലസ് 4ന് പകരം ഈ ഒരു ടേം വാല്യൂ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ വി ഗെറ്റ് ലിമിറ്റ് z ടെൻഡിങ് ടു 2i z minus 2i z square minus 2z by z plus 1d all square into z minus 2i z plus 2i. ഫാക്ടർ ആക്കി എഴുതുമ്പോൾ നമുക്ക് ഇതുപോലെ ടേം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, സോ ലിമിറ്റ് z ടെൻഡിങ് ടു 2i z സ്ക്വയർ ബൈ 2z ബൈ ബാക്കി വരുന്ന ഡിനോമിനേറ്റർ ടേംസ് എഴുതുക z പ്ലസ് 1d ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2i. ഇനി അത് എന്തിനാണ് കളഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നോക്കിയാൽ ഈ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് 2i എന്നാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2i എന്ന് കൊടുത്ത് അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്റർ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2i എന്ന് ഇവിടെ ഇസഡിന് കൊടുത്താൽ 2i മൈനസ് 2i 0, ഡിനോമിനേറ്ററിൽ 0 വന്ന് വിൽ ബി നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് അങ്ങനെ 0 ആവുന്ന ആ ഫാക്ടറിനെ കളയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതുപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഫാക്ടറൈസ് ആക്കിയിട്ട് ഇതുപോലെ ക്യാൻസൽ ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ 2i അപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 0 ആവില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് z വന്നോടത്തെല്ലാം 2i എന്നുള്ള വാല്യൂ കൊടുക്കുക. സോ വി ഗെറ്റ് 2i ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2i ബൈ 2i പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 2i plus 2i. So the value will be 4 square into I square, that is minus 4 minus I divided by 2i plus 1d all square into 4i. ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഇതിനൊന്ന് a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ കൊടുത്താൽ മതി. സോ ഡിവൈഡഡ് ബൈ 4 minus 4 plus 4i plus 1 into 4i. Again bracket ഒന്ന് ഓപ്പൺ ചെയ്യുക. So we get minus 4 minus 4i by 4i minus 3 into 4i. So bracket ഓപ്പൺ ചെയ്യുമ്പോൾ minus 4 minus 4i by 16i square minus 12i. So this will be again, we will get minus 4 minus 4i by 16i square എന്ന് പറയുമ്പോൾ minus 16 minus 12i. ഇനി ഇതിൻ്റെ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4i ഇൻറ്റു 4i 16i സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 4i മൈനസ് 12i.
ഇനി ന്യൂമറേറ്ററിൽ ഒരു കോമൺ -4 ഉണ്ട്, അതിന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 1 + i എന്ന് വരും. അതുപോലെ ഈ ഐ സ്ക്വയറിന് എന്ത് വാല്യൂ എടുക്കാം? -1 എന്ന് എടുക്കുക. അപ്പോൾ -16 -12i. ഇവിടെയും ഒരു കോമൺ ആയിട്ട് ഒരു -4 ഉണ്ട്, അതിന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് 1 + i/4 + 3i എന്ന് വരും. -4നെ ക്യാൻസൽ ചെയ്തു. ഇനി ഇതിനെ ഒരു കോംപ്ലക്സ് നമ്പർ ഫോമാറ്റിൽ എത്തിക്കണം, അതായത് a+ib നമ്മൾ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. 4 - 3i/4 - 3i. then ഈ ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 × 4 + 1 × -3i + 4i. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് i വരുന്നത്. മൈനസ് i × -3i, ഇത് -3i² എന്ന് വരും. i സ്ക്വയറിൻ്റെ വാല്യൂ -1, സോ +3 എന്നാവും. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 + 3 7 + i എന്ന് വരും ന്യൂമറേറ്റർ. അതുപോലെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് a + b × a - b ഫോമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? a² - b². സോ 4² - 9i² എന്ന് വരും. i സ്ക്വയറിൻ്റെ വാല്യൂ -1, സോ +9 എന്ന് വരും. 4² എന്ന് പറയുന്നത് 16. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റെസിഡ്യൂ അറ്റ് z = 2i എന്നുള്ളത് വിൽ ഗെറ്റ് ആസ് 7i + 25. Residue at z = 2i of the function f of z will be 7i + 25. അപ്പോൾ ചെയ്ത സിമിലർ മെത്തേഡിൽ തന്നെയാണ് z = -2i ചെയ്യുന്നത്. That is residue at z = -2i × f of z. അതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് z tending to -2i z + 2i × f of z, which is equal to limit z tending to -2i z + 2i. ഫംഗ്ഷൻ റീപ്ലേസ് ചെയ്യുക. z² - 2z/ ഡിനോമിനേറ്ററിൽ z + 1 ഞാൻ z² + 4 എന്നുള്ളതിനെ z - 2i × z + 2i നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്തതായിരുന്നു, അത് അതുപോലെ തന്നെ എടുത്തായിരുന്നു. ഈ രണ്ട് ഫാക്ടറും കട്ട് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ -2i² - 2 × -2i -2i + 1 × -2i ഈ ബ്രാക്കറ്റ് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ -2ൻ്റെ സ്ക്വയർ +4, i സ്ക്വയറിൻ്റെ വാല്യൂ എഴുതാം, ഞാൻ i സ്ക്വയറിന് എഴുതാണ്. -× +4i/ ഇവിടെ a + b² എക്സ്പാൻഷൻ കൊടുക്കുക. അപ്പോൾ 4i² + -4i + 1 a - b² എക്സ്പാൻഷൻ കൊടുത്തേക്കുന്നതാണ്. -2i എന്ന് പറയുന്നത് -4i. then i സ്ക്വയറിന് വാല്യൂ -1 എന്ന് കൊടുക്കുക. അപ്പം -4 + 4i ഡിവൈഡഡ് ബൈ ഈ i സ്ക്വയറിന് -1 എന്ന് കൊടുക്കുമ്പോൾ -4 - 4i + 1 × -4i. so this will be -4 + 4i divided by -3 - 4i × -4i. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. -4 + 4i divided by 12i + 16i². that is -4 നേരത്തെ ചെയ്തതിൽ ചെറിയൊരു നെഗറ്റീവ് ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. സെയിം വാല്യൂ നെഗറ്റീവ് വാല്യൂ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. i സ്ക്വയറിന് മൈനസ് കൊടുക്കുമ്പോൾ -16. രണ്ട് ടേമിൽ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു -4നെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ 1 - i എന്ന് വരും. ഡിനോമിനേറ്ററിൽ നിന്നും ഒരു -4നെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ -i + 4 എന്ന് വരും. ഓക്കെ, സോ ആ ടേംസ് ക്യാൻസൽ ചെയ്യുക. ഇവിടെ ഇവിടെ 3i ആണ്, -3i. ഇവിടെ നിന്ന് -4 പുറത്തോട്ട് എടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് അകത്തൊരു നെഗറ്റീവ് വരും. ഇല്ലെങ്കിൽ ഒരു 4നെ പുറത്തോട്ട് എടുത്താൽ മതി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 4നെ പുറത്തോട്ട് എടുത്താൽ മതി. അപ്പോൾ 4നെ പുറത്തോട്ട് എടുക്കുമ്പോൾ 3i എന്ന് വരും, -4 എന്ന് വരും. ഞാൻ മൈനസ് പുറത്തോട്ട് കൂടെ എടുത്തുകൊണ്ട് -3i + 4 എന്ന് വരും. ദാറ്റ് ഈസ് 1 - i/4 - 3i. എന്ത് ചെയ്യുക? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 + 3i 4 + 3i ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 - i ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 + 3i -4i -3i². i സ്ക്വയറിന് -1 എന്ന് കൊടുക്കുമ്പോൾ പ്ലസ് ആവും.
സോ 4 + 3 7, 3i - 4i - i. അതിലൂടെ ഐ സ്ക്വയറിന് നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഐ സ്ക്വയറിന് -1 എന്ന് കൊടുക്കുമ്പോൾ -9 ഇൻറ്റു -1 പോസിറ്റീവ് 9. സോ 16 + 9 വാല്യൂ വിൽ ബി 25. അപ്പോൾ residue of z equal to -2i of f of z, it will be 7 minus I by 25 എന്ന് വരും. ഇനി നമുക്ക് ഒരു റെസിഡ്യൂ കൂടി കണ്ടുപിടിക്കാനുണ്ട്. റെസിഡ്യൂ ഓഫ് z equal to 1 കണ്ടുപിടിക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരുന്നു. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. റെസിഡ്യൂ ഓഫ് z equal to z naught f of z is equal to 1 by m minus 1 factorial into limit z tending to z naught d raised to m minus 1 by dz raised to m minus 1 z minus z naught all raised to m into f of z. m എന്ന് പറയുന്നത് ആ പോളിൻ്റെ ഓർഡർ എന്താണ്? ഇവിടുത്തെ പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. z equal to -1 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ z നോട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ -1, പോൾ എന്ന് പറയുന്നത് 2. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും? m വന്നിടത്തെല്ലാം 2 എന്ന് കൊടുക്കുക, z നോട്ട് വന്നിടത്തെല്ലാം -1 എന്ന് കൊടുക്കുക. അപ്പോൾ 1/2 - 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 1/1 ഫാക്ടോറിയൽ z tending to -1 d raised to m minus 1, അപ്പോൾ 2 - 1. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് z + 1 ആവാൻ കാരണം z നോട്ട് -1 ആണ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അങ്ങനെയാണ് z + 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു f of z നോട്ട് അല്ല f of z. ഓക്കെ, ദെൻ ഈ വാല്യൂസ് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. സോ ദ റെസിഡ്യൂ വാല്യൂ വിൽ ബി 1/1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻഡിങ് ടു -1. ഇവിടെ z നോട്ടിന് പകരം -1 എന്ന് കൊടുക്കുക, എമ്മിന് പകരം 2 എന്ന് കൊടുക്കുക. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ദെൻ d/dz of z + 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു f of z. ഓക്കെ, അപ്പോൾ f of z എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് d/dz of z + 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു z² - 2z by z + 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു z² + 4. ഇവിടെ ഫാക്ടറൈസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത് ഇതാണ്. അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് പൊക്കോളും. സോ ദി വാല്യൂ വിൽ ബി ലിമിറ്റ് z ടെൻഡിങ് ടു -1 d/dz of z² - 2z by z² + 4. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും z വന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു അപ്ലൈ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ. സോ ദിസ് വാല്യൂ is equal to ലിമിറ്റ് z ടെൻഡിങ് ടു -1 u'(v - v'(u). ഇങ്ങനെയാണ് ഫോർമുല. u'(v - v'(u) by v². u ആയിട്ട് z² - 2z എടുക്കുക, v ആയിട്ട് z² + 4 എടുക്കുക. അപ്പോൾ എന്ത് വരും? u' എന്ന് പറയുമ്പോൾ 2z ഇൻറ്റു v z² + 4 മൈനസ് v' is 2z ഇൻറ്റു z² - 2z by z² + 4 ദി ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല വരുന്നത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ z വന്നിടത്തെല്ലാം -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ -2 ഇൻറ്റു 1 + 4 -2 ഇൻറ്റു -1, സോ +2 -1ൻ്റെ സ്ക്വയർ 1 +2 ഡിവൈഡഡ് ബൈ -1ൻ്റെ സ്ക്വയർ 1 + 4 ദി ഹോൾ സ്ക്വയർ. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് -12/25. So this will be the residue value of the function f of z at z equal to -1.